ആ പാട്ട് കേട്ടാൽ നമുക്ക് ഡാൻസ് കളിക്കാതിരിക്കാൻ തോന്നില്ല. കുപ്പിവള നമ്മുടെ നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്, ജസ്റ്റ് ഫോർ ദിസ് ഡേ. ഹേ ഗായ്സ്, ഹാപ്പി ഓണം. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഓണം ഒരു വീക്ക് ഡേയിൽ വരുന്ന കാരണം ഞങ്ങൾക്ക് ഇവിടെ ലീവ് എടുത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട ഫ്രണ്ട്സായിട്ട് ഒരു 3 ഫാമിലീസ് ഉണ്ട്. അവർ ദേ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടേക്ക് വരും. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പോട്ട്ലക്കാണ് ചെയ്യണത്. ഈ കാറ്റഗറിയിൽ വരുന്നത് എരോലി, സാമ്പാർ, ഇസ്റ്റു, മാമ്പഴപ്പുളിശ്ശേരി, പിന്നെ കുറച്ച് നമ്മളെ പപ്പടം, കൊണ്ടാട്ടം, കയ്പക്ക കൊണ്ടാട്ടം, കോവയ്ക്ക കൊണ്ടാട്ടം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കേട്ടോ. അപ്പോൾ കാലത്ത് എണീറ്റപ്പോൾ തന്നെ നേരെ കുക്കിങ്ങിൽ കയറി കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്കൊന്ന് കൊളിച്ച് റെഡിയായി സുന്ദരക്കുട്ടിയായി നമ്മുടെ ധാവണിയൊക്കെ എടുത്തിട്ട് വരണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മേക്കപ്പിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് ഇന്നിടാൻ പോണേ നമ്മുടെ ഓർണമെൻറ്റ്സ് കേട്ടോ. കുപ്പിവള നമ്മുടെ നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്, ജസ്റ്റ് ഫോർ ദിസ് ഡേ. കുപ്പിവള ശരിക്കും ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ് അല്ലേ. അതിൻ്റെ ഒരു ശബ്ദവും കിലുക്കിലുക്കവും ഭയങ്കര ക്യൂട്ട് ആൻഡ് റൊമാൻറ്റിക് ആണിത്. ഇതിന് മാലയായിട്ട് ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മുത്തുമാലയുണ്ട് കേട്ടോ. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ കുപ്പിവളയും ഒരു മുത്തുമാലയും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. റൗണ്ട് പൊട്ട് ഞാൻ ആദ്യം വെക്കാൻ നമ്മുടെ ഒട്ടുപൊട്ട് പോലെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഐ തോട്ട് മേ ബി പണ്ടത്തെ രീതിയിൽ നമുക്ക് ഒരു ഗോപി തൊട്ടിട്ട് അതിൻ്റെ താഴത്ത് ഒരു 3 കുത്തോ സംതിങ് ലൈക്ക് ദാറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് ട്രൈ നോക്കാം. ഐ തിങ്ക് ഐ ലൈക്ക് ഇറ്റ്. ഇതാണ് ഞാൻ ചെയ്ത് നമ്മുടെ പൊട്ട് കേട്ടോ. ക്യൂട്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഉണ്ട് കേട്ടോ, പാദസരം. ഓക്കേ, അങ്ങനെ ഒരുക്കത്തിൻ്റെ പരിപാടിയൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അങ്ങനെ ഒരു മിനി ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സഞ്ജും സിറിലും എത്തി. നല്ല മട്ടച്ചോറും പയറ് എലിശ്ശേരിയും അതുപോലെ ക്യാബേജ് ഉപ്പേരിയും കൊണ്ടാണ് കേട്ടോ ഇവരുടെ വരവ്. പിന്നാലെ തന്നെ പവിയും പാണ്ടിനും എത്തിയായിരുന്നു കേട്ടോ. രസം, അവിയൽ, സാമ്പാർ ഇതൊക്കെ കൊണ്ടാണ് ഇവരുടെ വരവ്. വീട്ടിൽ മുഴുവൻ ഓണ സദ്യയുടെ മണമാണ്. പ്ലസ് നല്ല അടിപൊളി ഓണം വൈബും. ക്രിസ്മസ്, ദീപാവലി, ഓണം ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഒത്തുകൂടലിൻ്റെ സമയമാണ്. ഒത്തുകൂടൽ എന്ന് പറഞ്ഞാൽ നിറയെ ഫണ്ണും കളിയും തമാശയും ചിരിയും ഗെയിംസ് കളിക്കലും അങ്ങനെ ഒരു അടിപൊളി ഒരു ലൈഫ് ടൈം മെമ്മറീസ് ഉണ്ടാക്കുന്ന സമയമാണ് കേട്ടോ. നമ്മുടെ ഫുൾ പടം എത്തിയിട്ടില്ല കേട്ടോ. ഇനിയും ഒരു ഫാമിലി വരാനുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നിന്നും കിടന്നും ഇരുന്നും നല്ല തകൃതിയായിട്ട് ഫോട്ടോഷൂട്ട് ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിന്നു കേട്ടോ. എന്തായാലും ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ക്ഷമ അതെന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. ആൻഡ് ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനത്തിന്റെ എൻഡ് റിസൾട്ട്. കറക്റ്റ് സമയത്താണ് നമ്മുടെ സൂരജും രമ്യയും വന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അവരുടെ കൂടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഫസ്റ്റ് റൗണ്ട് ഫിനിഷ് ചെയ്തു. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് ഡീലേക്ക് കടന്നു കേട്ടോ. സഞ്ജു നല്ല പ്ലാസ്റ്റിക് വാഴല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കായുപ്പേരി കയറി, ശർക്കരപ്പേരി കയറി, കൊണ്ടാട്ടങ്ങൾ കയറി, ഇസ്റ്റു, അവിയല്, എലിശ്ശേരി, അച്ചാറ്, മാമ്പഴപ്പുളിശ്ശേരി അങ്ങനെ പലവിധ ഐറ്റംസ് വന്നു. പിന്നെ ചോറ് വന്നു, സാമ്പാർ വന്നു, പപ്പടം വന്നു, പായസവും വന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഓണസദ്യ. പിന്നെ കാര്യമായിട്ടുള്ള വർത്തമാനത്തിനൊന്നും സമയം കിട്ടിയില്ല. കാര്യം എല്ലാവരും ഫുഡ് ഡീൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ എല്ലാവരും കൂടെ കൂകി വിളിച്ചൊരു ഹാപ്പി ഓണം പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒരു അടിപൊളി ഓണസദ്യ ഞങ്ങൾ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഓണം ഗെയിംസിലേക്ക് കടന്നു. ആദ്യമേ തന്നെ സഞ്ജു കണ്ടുപിടിച്ച ഒരു റീലിലെ പാട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തത്. ഡാൻസിന്റെ ABCD പോലും അറിയാത്ത ഞങ്ങളോടോ ദാസ എന്നായിരുന്നു കേട്ടോ എനിക്ക് സഞ്ജുവിന്റെ അടുത്ത് ചോദിക്കാൻ വന്നത്. പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പ്രാക്ടീസ് തുടങ്ങി. കാര്യം പറയാലോ, പാട്ട് ശരിക്കും നല്ല അടിപൊളി പാട്ടായിരുന്നു. ആ പാട്ട് കേട്ടാൽ നമുക്ക് ഡാൻസ് കളിക്കാതിരിക്കാൻ തോന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ആ പാട്ടും ഞങ്ങളുടെ അടിപൊളി ഡാൻസ് സ്റ്റെപ്സും. മാവേലിക്കും പൂക്കളം മാദേവനും പൂക്കളം, മാവേലിക്കും പൂക്കളം മാദേവനും പൂക്കളം, മലയാളക്കരയാകെ വർണ്ണപ്പൂക്കളം, ആഹാ മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം. പൂവേ ബോലി പൂവേ ബോലി പൂവേ ബോലി പൂവേ തുമ്പി തുള്ളിക്കാൻ പൂവേ ബോലി പൂവേ, മാവേലിക്കും പൂക്കളം മാദേവനും. ഈ ഡാൻസ് പ്രിപ്പറേഷനിൽ ഞങ്ങൾ ചിരിച്ചതിന് ഒരു കണക്കൂല്ല കേട്ടോ. അത്രമാത്രം ലോഡ്സ് ഓഫ് ഫൺ ആയിരുന്നു അത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കസേര കളിയിലേക്ക് പോയി.
അടുത്ത നമ്മുടെ ഗെയിം ഇൻസ്റ്റാഗ്രാം ഇൻസ്പയർഡ് ആണ് കേട്ടോ. ഇത് നമ്മൾ കണ്ണ് കെട്ടി കുറച്ചൊരു 10 പ്രാവശ്യം വട്ടം കറക്കിപ്പിച്ച് ഈ കപ്പുകളിൽ നമ്മൾ തട്ടാതെ സിഗ്സാഗായി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യണം. ചിരിച്ച് ഞങ്ങളൊരു പതിവായി ശരിക്കും ഈ ഗെയിം കളിച്ചപ്പോൾ കേട്ടോ. ആദ്യത്തെ നമ്മുടെ വോളണ്ടിയർ രമ്യ തന്നെയായിരുന്നു കേട്ടോ. ഈ രമ്യനെ രണ്ടും കൂടെ നല്ല പോലെ കറക്കിയെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പാവിയുടെ ഊഴായിരുന്നു കേട്ടോ. ചിരിച്ചൊരു വഴിയായി. ശരിക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗെയിം ആട്ടോ ഇത്. അടുത്ത ഗെയിം എന്ന് പറയുന്നത് കഴുത്തിൽ ഒരു ഓറഞ്ച് വെച്ചിട്ട് നമ്മൾ തൊട്ട് പിന്നിലുള്ള ആൾക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. വെയിറ്റ് ഫോർ ദ എൻഡ്. നിഖിൽ ആൻഡ് സിറിൽ കുറച്ച് പാടുപെട്ടായിരുന്നു. അടുത്തത് ഞങ്ങളുടെ റൗണ്ടാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് നിന്നില്ല കേട്ടോ. റൗണ്ട് 1ഉം 2ഉം 3ഉം ഒക്കെ പോയായിരുന്നു. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ഗെയിമാണ് കേട്ടോ, ടിഷ്യൂ പേപ്പർ പാസ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തത്തെ കളി നിർത്തി അകത്ത് വന്നതേ ഞങ്ങൾ ദംഷറാഡ്സും കൂടെ കളിക്കാൻ തുടങ്ങി കേട്ടോ. ഞൊണ്ടിക്കാല് ദംഷറാഡ്സ് ആണ് ഞങ്ങൾ കളിക്കാനായിട്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചാലും ഒരു 5 കുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓണത്തല്ലായി മാറിട്ടോ. നമ്മുടെ കുട്ടികളുടെ കയ്യിലിരിപ്പ് തന്നെ. ചർച്ചകളിൽ ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും തമ്മിലുള്ള ചർച്ചകൾ എപ്പോഴും വളരെ ഹോട്ട് ടോപ്പിക് ആണ്. സംഭവം വേറെ ഒന്നുമല്ല, നുണക്കളി കളിച്ച ഭർത്താവിനെ ഇട്ട് പൊരിയിപ്പിച്ചതാണ് ഈ കണ്ടത്. മനസ്സിൽ ഓർത്ത് വെക്കാനായിട്ട് നല്ല ഒരു അടിപൊളി ഓണം, കുറേ അടിപൊളി മെമ്മറീസും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ഓണം സെലിബ്രേഷൻ നല്ല അടിപൊളിയായിട്ട് ഇന്ന് തീർന്നു കേട്ടോ. നല്ലൊരു മെമ്മറബിൾ ഡേ ആണ് ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഉണ്ടാക്കിയത്. ആൻഡ് വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് മൊമെന്റ്. അപ്പോൾ വി വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം. Ta-ta!